ഇംഗ്ലണ്ടിലെ ഒരു നാട്ടിൻപുറം 1887. തുടർച്ചയായി 3-ാം ദിവസവും മഴ പെയ്യുകയായിരുന്നു. മൂടൽമഞ്ഞ് നിറഞ്ഞ താഴ്വരകൾക്കിടയിലൂടെ ഒരു കുതിരവണ്ടി പതുക്കെ മുന്നേറുന്നു. ആ വണ്ടിയിലിരുന്ന ആർതർ ഹോവാർഡ് ലണ്ടനിലെ ഒരു യുവ അഭിഭാഷകൻ. അവന്റെ കയ്യിൽ പഴക്കം ചെന്നൊരു കത്തുണ്ടായിരുന്നു. അതിനു മുകളിൽ കറുത്ത മെഴുകു മുദ്രയും. ആ മുദ്രയിൽ ഒരു കുടുംബ ചിഹ്നമായിരുന്നു, ഒരു കാക്ക, അതിന്റെ നഖങ്ങളിൽ ഒരു താക്കോൽ. ആ കത്ത് തുറന്നു വായിച്ചത് മുതൽ ആർതറിന്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം: ആരാണ് ഞാൻ? കാരണം ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: മിസ്റ്റർ ആർതർ ഹോവാർഡ്, നിങ്ങൾക്ക് അറിയാത്ത ഒരു സത്യം പറയാനാണ് ഈ കത്ത്. നിങ്ങളാണ് ബ്ലാക്ക്വുഡ് കുടുംബത്തിന്റെ അവസാന അവകാശി. ഞാൻ മരിക്കുന്നതിന് മുന്നേ ബ്ലാക്ക്വുഡ് മാളികയിലെത്തുക. വൈകിയാൽ നിങ്ങൾക്കും സത്യം അറിയാൻ കഴിയില്ല. ലോർഡ് എഡ്വേർഡ് ബ്ലാക്ക്വുഡ്. ആ പേര് ഇതിനു മുന്നേ കേട്ടിട്ടില്ല. ആ കുടുംബത്തെക്കുറിച്ചും ഇതിനു മുന്നേ കേട്ടിട്ടില്ല. എങ്കിലും ആ കത്തില് എന്തോ ഉണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ മുതൽ ആർതറിന് ഓരോ രാത്രിയും ഒരേ സ്വപ്നം തന്നെയായിരുന്നു: ഒരു വലിയ മാളികയുടെ, രക്തം പോലെ ചുവന്ന ചന്ദ്രന്റെ. അതിനുള്ളിൽ ഒരു പെൺകുട്ടി കരയും. അവൾ ഇങ്ങനെ പറഞ്ഞിരുന്നു: തിരിച്ചു പോകരുത്, സത്യം കണ്ടെത്തൂ. സാർ, എത്തി. വണ്ടിക്കാരന്റെ ശബ്ദം കേട്ടാണ് ആർതർ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത്. മുന്നിൽ ഒരു ഭീമൻ ഇരുമ്പ് ഗേറ്റ്. അതിനപ്പുറം മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന കറുത്ത മാളിക. 100 കണക്കിന് ജനാലകൾ. പക്ഷെ ഒരു ജനാലയിലും വെളിച്ചമില്ല. വണ്ടിക്കാരൻ പണം വാങ്ങാൻ പോലും നിന്നില്ല. അവൻ പറഞ്ഞു: ഇവിടെ രാത്രി നിൽക്കാൻ ആരും തയ്യാറാകില്ല. ആർതർ ചോദിച്ചു: എന്തുകൊണ്ട്? ഈ മാളികയും രാത്രിയും ഉറങ്ങുന്നില്ല. ആർതർ ചിരിച്ചു. അന്ധവിശ്വാസം. വണ്ടിക്കാരൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ വേഗത്തിൽ തിരിച്ചുപോയി. ആർതർ ഗേറ്റ് തുറന്നു. ആർതർ അകത്തേക്ക് നടക്കുമ്പോൾ മണ്ണിൽ കുതിർന്ന കുതിരയുടെ കാൽപ്പാടുകൾ കണ്ടു. പുതിയത്. അപ്പോൾ തന്നെ കൊണ്ടുവന്ന വണ്ടിയുടേതാണെന്ന് കരുതി. പക്ഷെ അവൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ കാൽപ്പാടുകൾ മാളികയിലേക്ക് നിന്ന് പുറത്തേക്കല്ല, മാളികയിലേക്ക് മാത്രമാണ് പോകുന്നത്. അത് അസാധ്യമാണ്. അവന്റെ നെഞ്ചിൽ എന്തോ ഒരു ഭയം. വാതിൽക്കൽ എത്തിയ നിമിഷം ആ വലിയ മരവാതിൽ സ്വയം തുറന്നു. അകത്തു നിന്നൊരു വൃദ്ധൻ, കോട്ടും വെളുത്ത കയ്യുറയും ഒക്കെ ധരിച്ചു. സ്വാഗതം, മിസ്റ്റർ ആർതർ. നിങ്ങൾ? എന്റെ പേര് ഏലിയാസ്, ഈ മാളികയുടെ ബട്ട്ലർ. എനിക്ക് വരുമെന്ന് അറിയാമായിരുന്നു. വൃദ്ധൻ ചിരിച്ചു. ഞാൻ വരുമെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഈ വീട്ടിലേക്ക് വരുന്നവരുടെ പേര് ഈ വീടിന് എപ്പോഴും അറിയാം. ആർതർ അകത്ത് കയറിയ നിമിഷം മെഴുകുതിരിയുടെ മങ്ങിയ വെളിച്ചം മാത്രമായിരുന്നു. പഴയ മരത്തിന്റെ മണം, ഭിത്തിയിൽ മുഴുവൻ ചിത്രങ്ങൾ, ഓരോ ചിത്രത്തിനും താഴെ തീയതികൾ. 1702, 1739, 1781, 1814, അങ്ങനെ. ഒരു കുടുംബം, പല തലമുറകൾ. പക്ഷെ ഒരു കാര്യം മാത്രം വിചിത്രം: ഓരോ ചിത്രത്തിലുമുള്ള ആൾക്കാരുടെ കണ്ണുകൾ ആർതറിനെ പിന്തുടരുന്നത് പോലെ. രാത്രി ഭക്ഷണത്തിന് ശേഷം ഏലിയാസ് അവനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഇന്നത്തേക്ക് ആർതർ ചോദിച്ചു: ലോർഡ് എഡ്വേർഡ് എവിടെയാണ്? ഏലിയാസ് കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ശേഷം പതുക്കെ പറഞ്ഞു: നാളെ രാവിലെ സംസാരിക്കാം. അർദ്ധരാത്രി. ഘടികാരം 12 മണിയടിച്ചു. ആർതർ ഒരു ശബ്ദം കേട്ടു. മുകളിൽ ആരോ നടക്കുന്ന പോലെ, പതുക്കെ, ഭാരമുള്ള കാലടികൾ. ഈ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടോ? മെഴുകുതിരി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഇടനാഴി ശൂന്യം. പക്ഷെ അറ്റത്ത് ഒരു ചെറിയ പെൺകുട്ടി നിൽക്കുന്നത് പോലെ. വെളുത്ത വസ്ത്രം, നീണ്ട മുടി. അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ഹലോ, ആർതർ വിളിച്ചു. അവൾ പതുക്കെ നടന്നുപോയി. ആർതർ പിന്നാലെ. ഇടനാഴിയുടെ അവസാനം എത്തുമ്പോൾ അവർ ഒരു വലിയ ചിത്രത്തിന് മുന്നിൽ നിന്നു. പിന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ആർതർ ഭയന്ന ചിത്രത്തിലേക്ക് നോക്കി. അതൊരു കുടുംബ ചിത്രമായിരുന്നു. ലോർഡ് ബ്ലാക്ക്വുഡും ഭാര്യയും 2 മക്കളും. ആ ചെറിയ പെൺകുട്ടി, അവൾ ഈ ചിത്രത്തിനുള്ളിലുണ്ട്. അവളുടെ മുഖത്തൊരു പുഞ്ചിരി. പക്ഷെ കുറച്ചു മുമ്പ് ആ പുഞ്ചിരി ഉണ്ടായിരുന്നില്ല. ആർതർ പിന്നിലേക്ക് പതറി. അപ്പോൾ അവന്റെ പിന്നിൽ നിന്നൊരു ശബ്ദം: അവൾ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആർതർ തിരിഞ്ഞു നോക്കി. ഏലിയാസ് ആണ്. അവന്റെ കണ്ണുകളിൽ ഭയം. ഇനി ഈ വീട്ടിൽ നിന്ന് ജീവനോടെ മുന്നോട്ട് പോവുക പ്രയാസമാണ്. ആർതറിന്റെ ഹൃദയം ശക്തിയായി ഇടിക്കാൻ തുടങ്ങി. എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഏലിയാസ് മെഴുകുതിരി മേശപ്പുറത്ത് വെച്ചു. അയാളുടെ മുഖത്ത് വർഷങ്ങളുടെ ഭയവും ക്ഷീണവും തെളിഞ്ഞു. ഈ മാളികയിൽ ഒരു നിയമമുണ്ട് സർ.
രാത്രി 12-ന് ശേഷം ചിത്രങ്ങളിൽ കാണുന്നവരെ നോക്കരുത്. എന്തുകൊണ്ട്? അവൻ തിരിച്ചു നോക്കി. ആർതർ ചിരിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണോ? ഏലിയാസ് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അയാൾ പതുക്കെ വാതിലിൽ അടച്ച് നടന്നുപോയി. ആ രാത്രി മുഴുവൻ ആർതറിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിയുടെ പുറത്തു നിന്ന് കാലടികളുടെ ശബ്ദം, ചിലപ്പോൾ ഒരു സ്ത്രീയുടെ കരയുന്ന ശബ്ദം, ചിലപ്പോൾ ഒരു കുഞ്ഞിന്റെ ചിരി. പക്ഷെ വാതിൽ തുറക്കുമ്പോൾ ആരുമില്ല. രാവിലെ സൂര്യപ്രകാശം പോലും മാളികയ്ക്കുള്ളിൽ കടക്കാൻ മടിക്കുന്നത് പോലെ ആർതറിന് തോന്നി. പ്രഭാത ഭക്ഷണ സമയത്തിന് ഏലിയാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർതർ ചോദിച്ചു, ലോർഡ് എഡ്വേർഡ് എവിടെയാണ്? ഏലിയാസ് കുറച്ചു നേരം നിശബ്ദനായി. ശേഷം പറഞ്ഞു, അദ്ദേഹം ഇന്നലെ രാത്രിയിൽ മരിച്ചു. ആർതർ ഞെട്ടി. എന്ത്? നിങ്ങൾ ഇവിടെ എത്തിയത് 1 മണിക്കൂർ മുമ്പായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചത്? മരണത്തിന് മുമ്പ് എഴുതിയ അവസാന കത്തായിരുന്നു അത്. ആർതറിന്റെ കയ്യിൽ നിന്നും ചായക്കപ്പ് വടി താഴെ വീണു. ആർതറിന് ആ ദിവസം മുഴുവൻ എന്തൊക്കെയൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ ദിവസം അദ്ദേഹം മാളിക പരിശോധിക്കണമെന്ന് തീരുമാനിച്ചു. 100-ലധികം മുറികൾ, ചിലത് പൂട്ടിയിരിക്കുന്നു, ചിലത് വർഷങ്ങളായി തുറന്നിട്ടില്ല. പൊടി പിടിച്ച ലൈബ്രറി, വർഷങ്ങൾ പഴക്കമുള്ള പുസ്തകങ്ങൾ, അതിന്റെ നടുവിൽ ഒരു കുടുംബ വൃക്ഷം. ഓരോ പേരിനും താഴെ ഒരേ വാചകം: മരണം അർദ്ധരാത്രി. ഒരാളും വാർദ്ധക്യത്തിൽ മരിച്ചിട്ടില്ല. എല്ലാവരും മരിച്ചത് അർദ്ധരാത്രി. ആർതറിന്റെ ശ്രദ്ധ മറ്റൊരു കാര്യത്തിലേക്ക് കൂടെ പോയി. മരണങ്ങൾക്കിടയിൽ ഏകദേശം 25 വർഷത്തെ വ്യത്യാസം. ഇതൊരിക്കലും യാദൃശികമായിരിക്കില്ല, അവൻ സ്വയം പറഞ്ഞു. ലൈബ്രറിയുടെ ജനാലയക്കരികിൽ ഒരു പഴയ പെയിന്റിംഗ് അവൻ കണ്ടു. അതിലൊരു യുവതി, അസാധാരണമായ സൗന്ദര്യം. താഴെ പേരെഴുതിയിട്ടുണ്ട്: എലിനോർ ബ്ലാക്ക്വുഡ്. ചിത്രത്തിലേക്ക് നോക്കിയ നിമിഷം അവൾ കണ്ണടച്ചതുപോലെ തോന്നി. ആർതർ ഉടൻ പിന്നോട്ട് മാറി. വീണ്ടും നോക്കി. ചിത്രം പഴയതുപോലെ തന്നെ. എനിക്ക് തോന്നിയതായിരിക്കും. വൈകുന്നേരം ഏലിയാസ് ഒരു ചെറിയ താക്കോലുമായി ആർതറിന്റെ അടുത്തേക്ക് വന്നു. ഇത് ലോർഡ് എഡ്വേർഡ് നിങ്ങൾക്ക് തരാൻ പറഞ്ഞതാണ്. ഇതിൽ എന്താണുള്ളത്? എനിക്കറിയില്ല. പക്ഷെ ഈ വീട്ടിലെ എല്ലാ രഹസ്യങ്ങളും തുറക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കും. ആ രാത്രി വീണ്ടും 12 മണിയോടുകൂടി മണിയടിച്ചതിനു ശേഷം മാളികയുടെ ചുവരുകൾ വിറയ്ക്കുന്നത് പോലെ ആർതറിന് തോന്നി. പെട്ടെന്ന് ലൈബ്രറിയിൽ നിന്ന് വലിയൊരു ശബ്ദം. ആർതർ ഓടിച്ചെന്നു. അവിടെ എലിനോറിന്റെ ചിത്രം നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. ഫ്രെയിം പൊട്ടിയിട്ടുണ്ട്. പിന്നിൽ ചെറിയൊരു ഇരുമ്പ് പെട്ടി, അതിൽ അതേ കാക്കയുടെ ചിഹ്നം. ആർതർ ഏലിയാസ് നൽകിയ താക്കോൽ എടുത്തു. കൈ വിറയ്ക്കുന്നുണ്ട്. താക്കോൽ പതുക്കെ പൂട്ടിൽ കയറ്റി. പെട്ടി തുറന്നു. അതിനുള്ളിൽ തുകൽ കൊണ്ട് പൊതിഞ്ഞ ഒരു ഡയറി അദ്ദേഹം കണ്ടു. ആദ്യ പേജിൽ എഴുതിയിരിക്കുന്നത്: ഈ ഡയറി വായിക്കുന്നവൻ ദയവായി അവസാന പേജ് വരെ വായിക്കരുത്. കാരണം അവസാന പേജ് വായിക്കുന്ന നിമിഷം ശാപം നിന്നിലേക്ക് മാറും. ആർതർ ഒരു നിമിഷം മടിച്ചു. പക്ഷെ അവന്റെ കൗതുകം ഭയത്തേക്കാൾ വലുതായിരുന്നു. അവൻ ആദ്യ പേജ് തുറന്നു. എന്റെ പേര് എലിനോർ ബ്ലാക്ക്വുഡ്. 1887 കൃത്യം 25 വർഷം മുന്നേ ഞങ്ങളുടെ കുടുംബം ചെയ്ത ഒരു പാപം ഇന്ന് വരെ ഈ മാളികയെ വേട്ടയാടുകയാണ്. ഞങ്ങൾ ഒരു നിരപരാധിയായ സ്ത്രീയെ മന്ത്രവാദിനി എന്ന് ആരോപിച്ച് ജീവനോടെ ചുട്ടുകൊന്നു. മരിക്കുന്നതിന് മുന്നേ അവൾ ഞങ്ങളെ നോക്കി പറഞ്ഞ അവസാന വാക്കുകളാണിത്: നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ തലമുറയിലും ഒരാൾ അർദ്ധരാത്രിയിൽ എന്നോടൊപ്പം വരും. ആർതറിന്റെ കൈകൾ തണുത്തു. അവൻ അടുത്ത പേജ് തുറക്കാൻ ശ്രമിച്ചപ്പോൾ പിന്നിൽ നിന്നൊരു സ്ത്രീയുടെ ശബ്ദം: വായിക്കരുത്. അവൻ പതുക്കെ തിരിഞ്ഞു. വാതിലിന് സമീപം വെളുത്ത വസ്ത്രം ധരിച്ച അതേ പെൺകുട്ടി. ഇത്തവണ അവളുടെ മുഖം വ്യക്തമായി കാണും. അത് ഡയറിയിലെ ചിത്രത്തിലുള്ള എലിനോർ ആയിരുന്നു. പക്ഷെ അവളുടെ കണ്ണുകളിൽ നിന്ന് കറുത്ത നിറമുള്ള കണ്ണീർ ഒഴുകുകയായിരുന്നു. അർദ്ധരാത്രിയായി. 12 പ്രാവശ്യം മണിമുഴങ്ങി. ഓരോ ശബ്ദവും മാളികയുടെ ചുവരുകളിൽ പ്രതിധ്വനിച്ചു. ആർതർ ഡയറിയിലെ അടുത്ത പേജ് തുറന്നു. പേജിൽ ഒരു വാചകം മാത്രം: ഈ പേജ് വായിച്ച നിമിഷം ശാപം നിന്നെ തിരിച്ചറിഞ്ഞു. അവൻ പുസ്തകം അടയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ ഡയറി അടയുന്നില്ല. പേജുകൾ സ്വയം മറിഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് മാളികയിൽ മുഴുവൻ നിശബ്ദം. മഴയുടെ ശബ്ദം പോലുമില്ല, കാറ്റില്ല, ഇടിമിന്നലില്ല, പൂർണ്ണമായ നിശബ്ദത. ആ നിശബ്ദതയ്ക്കിടയിൽ ഒരു ചെറിയ ശ്വാസം അവന്റെ പിന്നിൽ. ആർതർ തിരിഞ്ഞു.
പക്ഷെ ആരുമില്ല. മുന്നിലെ ചിത്രങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ഒരു നിമിഷം മുമ്പ് നിശ്ചലമായ കുടുംബ ചിത്രങ്ങൾ ഇപ്പോൾ എല്ലാവരും അവനെ നോക്കുകയായിരുന്നു. അവരുടെ നെഞ്ചുകൾ പതിയെ ഉയർന്നു താഴുന്ന പോലെ. അതെ, അവർ ശ്വസിക്കുകയായിരുന്നു. അവന്റെ കണ്ണുകൾ ഒരു ചിത്രത്തിൽ പതിഞ്ഞു. അതിലൊരു ചെറിയ പെൺകുട്ടി, വെളുത്ത വസ്ത്രം. അവൾ പതുക്കെ കണ്ണടച്ചു, വീണ്ടും തുറന്നു. ആർദറിന്റെ കയ്യിൽ നിന്ന് മെഴുകുതിരി താഴെ വീണു. അവൻ പിന്നിലേക്ക് ഓടി. പക്ഷെ ഓരോ ചിത്രവും ഇപ്പോൾ കണ്ണുകൾ കൊണ്ട് അവനെ പിന്തുടരുന്നു. അവൻ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. പിന്നിലേക്ക് നോക്കരുത്. അത് ഏലിയാസ് ആയിരുന്നു. ആ വൃതൻ വിറച്ചുകൊണ്ടേയിരുന്നു. അവൾ നിന്റെ പിന്നിൽ നിൽക്കുന്നു. ആർദറിന്റെ ശരീരം തണുത്തുറച്ചുപോയി. അവൻ തിരിഞ്ഞില്ല. കാരണം അവന്റെ കഴുത്തിൽ തണുത്ത വിരലുകൾ പതുക്കി സ്പർശിക്കുന്നത് പോലെ അവന് തോന്നി. ഒരു സ്ത്രീയുടെ ശബ്ദം വളരെ അടുത്ത് നിന്നു. നിന്റെ ഹൃദയം ഇപ്പോഴും ഇടിക്കുന്നു. എനിക്കത് വേണം. ആർദർ ഉറക്കെ നിലവിളിച്ച് തിരിഞ്ഞു. ആരുമില്ല. പക്ഷെ തറയിൽ ഒരു കറുത്ത കാക്കയുടെ തൂവൽ മാത്രം. അതിൽ നിന്ന് രക്തമൊലിക്കുന്നു. ഏലിയാസ് വിറച്ചുകൊണ്ട് പറഞ്ഞു, അത് തുടങ്ങി. ഇനി 3 രാത്രികൾ മാത്രം. 4ാം രാത്രിയിൽ നിന്റെ ആത്മാവ് ഈ മാളിക വിടില്ല. ആർദർ ചോദിച്ചു, എന്താണ് നടക്കുന്നത്? ഏലിയാസ് നിലവിളിച്ചു, ഈ വീട്ടിൽ മരിച്ചവരുടെ ആത്മാക്കൾ പുറത്തു പോയിട്ടില്ല. അവർ ചിത്രങ്ങൾക്കുള്ളിൽ ജീവിക്കുന്നു. ഓരോ 25 വർഷത്തിലും ഒരു പുതിയ ആത്മാവുണ്ടാവും, ഒരു പുതിയ ചിത്രവും. അവൻ ആർദറിനെ ഒരു രഹസ്യവാതിലിലൂടെ താഴേക്ക് കൊണ്ടുപോയി. അവിടെ മണ്ണിനടിയിൽ വലിയൊരു കല്ലറ, 100 കണക്കിന് മെഴുകുതിരികൾ, നടുവിൽ 25 ശവപ്പെട്ടികൾ. ഓരോന്നിലും ഒരു പേര്, ഓരോന്നിലും ബ്ലാക്ക്വുഡ് കുടുംബം എന്ന് എഴുതിയിരുന്നു. ഏലിയാസ് പറഞ്ഞു, ഇവ തുറക്കരുത്. പക്ഷേ ആ ശവപ്പെട്ടികൾ സ്വയം തുറക്കുന്നു, ഒന്നിനുമേലൊന്നായി. ആദ്യം മരിച്ച ലോർഡ് ജൊനാഥൻ. അദ്ദേഹത്തിന്റെ ശരീരം അഴുകിയിട്ടില്ല. അയാൾ ഉറങ്ങുന്ന കൂടി. പിന്നെ അവന്റെ കണ്ണുകൾ തുറന്നു. 1, 2, 3 അങ്ങനെ അടുത്ത ശവപ്പെട്ടികളും തുറന്നു. എല്ലാ ശവപ്പെട്ടികളും തുറന്ന് അവയിലെ കണ്ണുകൾ ആർദറിനെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആരും ചലിച്ചില്ല, ആരും സംസാരിച്ചുമില്ല. അവർ വെറുതെ നോക്കി. പെട്ടെന്ന് എല്ലാ മൃതദേഹങ്ങളും ഒരേ സമയം വായ തുറക്കുന്ന പോലെ അവന് തോന്നി. പക്ഷെ ഓരോരുത്തരുടെയും വായിൽ നിന്ന് വന്നത് ഒരേ ശബ്ദം, ഒരു സ്ത്രീയുടെ ശബ്ദം. എന്റെ പേര് മൊറിയൻ. ഭൂമി വിറയ്ക്കുന്നത് പോലെ ആർദറിന് തോന്നി. കല്ലടയുടെ നടുവിൽ കറുത്തൊരു പുകയുയർന്നു. ആ പുക പതുക്കെ ഒരു സ്ത്രീയുടെ രൂപമായി മാറി. അവളുടെ മുഖം പകുതി അതിസുന്ദരിയും പകുതി തീയൽ കരഞ്ഞൊരു മൃതദേഹം പോലെ. മുടി നിലത്ത് കിടന്നിഴയുന്നു. കണ്ണുകൾ പൂർണ്ണമായും കറുപ്പ്. വായ മനുഷ്യന്റേതിനേക്കാൾ അസ്വാഭാവികമായി നീണ്ടത്. അവൾ ചിരിച്ചു. ആ ചിരി മാളികയിൽ മുഴുവൻ നിറഞ്ഞു. ആർദർ ബ്ലാക്ക്വുഡ്, നിന്റെ പൂർവികർ എന്റെ ശരീരം കൊന്നുകളഞ്ഞു, പക്ഷെ എന്റെ ആത്മാവിനെയല്ല. അവൾ കൈ ഉയർത്തി. ആത്മാവിന്റെ നെഞ്ചൽ കത്തുന്നത് പോലെ ഒരു വേദന അവനുണ്ടായി. ആർദർ തന്റെ ഷർട്ട് കീറി നോക്കി. അവിടെ ഒരു കറുത്ത അടയാളം രൂപപ്പെട്ടു, ഒരു കാക്കയുടെ രൂപം. അത് മിടിക്കുന്ന ഹൃദയത്തോടൊപ്പം പതുക്കെ ജീവിക്കുന്നത് പോലെ ചലിച്ചു. മുരുകൻ ചിരിച്ചു. ഇന്ന് ആദ്യ രാത്രി കഴിഞ്ഞു. 3ാമത്തെ രാത്രിയിൽ നീയും ഈ ചിത്രങ്ങൾക്കുള്ളിലാകും. അതിനുള്ളിലിരുന്ന് നീ ശ്വസിക്കും. അവൾ അപ്രത്യക്ഷമായി. പക്ഷെ ആർദർ തിരിഞ്ഞു നോക്കിയപ്പോൾ 25 മൃതദേഹങ്ങളും ഇനി ശവപ്പെട്ടികളിൽ ഇല്ലായിരുന്നു. അവ എവിടെ പോയി? ഇന്ന് 3ാമത്തെ രാത്രി. മഴ ഇതുവരെ പെയ്തിലും ശക്തമായി പെയ്യുകയാണ്. മാളികയും ജനലുകളും കാറ്റിൽ വിറച്ചു. ഓരോ ഇടിമിന്നലും മാളികയുടെ കറുത്ത ഗോപുരങ്ങളെ ഒരു നിമിഷം മാത്രം തെളിയിച്ചു. ആർദറിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവന്റെ നെഞ്ചിലെ കാക്കയുടെ അടയാളം ഇപ്പോൾ ഹൃദയത്തിൽ നിന്ന് കഴുത്തിലേക്ക് പടർന്നിരിക്കുന്നു. ഓരോ മിനിറ്റിലും അത് കറുത്ത ജീവനുള്ള വേരുകൾ പോലെ ചലിച്ചു. അവൻ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. അവന്റെ പ്രതിബിംബം ഒരു നിമിഷം വൈകിയാണ് ചലിച്ചത്. അവൻ കൈ ഉയർത്തി. പ്രതിബിംബം കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാണ് കൈ ഉയർത്തിയത്. പിന്നെ അത് പുഞ്ചിരിച്ചു. പക്ഷെ ആർദർ ചിരിക്കുന്നില്ല. അവൻ ഭയന്ന് പിന്നോട്ട് മാറി. കണ്ണാടിക്കുള്ളിൽ മനുഷ്യൻ മാത്രം അവനെ നോക്കി ചിരിച്ചു. അവൻ പതുക്കെ അതരം ചലിപ്പിച്ചു. ഇനി 1 മണിക്കൂർ. കണ്ണാടി മുഴുവൻ പൊട്ടിച്ചിതറി. അതേസമയം മാളികയുടെ താഴത്തെ നിലയിൽ നിന്ന് മരത്തിൽ ആരോ നഖം കൊണ്ട് ചുരണ്ടുന്ന പോലൊരു ശബ്ദം. ഏലിയാസ് ഓടി വന്നു. അവന്റെ കയ്യിൽ പഴയ ഒരു കുരിശും വെള്ളി കൊണ്ടുള്ള ഒരു കത്തിയും ഉണ്ടായിരുന്നു. അവർ പുറത്തു വന്നു.
ആർതർ ചോദിച്ചു, ആരാണ്? ഏലിയാസിന്റെ കണ്ണുകൾ നിറഞ്ഞു. ശവപ്പെട്ടിക്കുള്ളിലുള്ളവർ. ഇരുവരും പതുക്കെ പടികൾ ഇറങ്ങി. ഇടിമിന്നൽ. ഒരു നിമിഷം. ഇടനാഴിയുടെ അറ്റത്ത് ഒരു മനുഷ്യൻ മാത്രം. 1702 വസ്ത്രം ധരിച്ച്, മുഖം ചീഞ്ഞു പോയിരിക്കുന്നു, കണ്ണുകൾ മുഴുവൻ കറുപ്പ്. അവൻ നിശ്ചലമായി നിന്നു. അടുത്ത മിന്നലിൽ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നിൽ മറ്റൊരാൾ. പിന്നെയും പിന്നെയും ഓരോ ഇടിമിന്നലിലും മാളികയിൽ മരിച്ച ഓരോ ബ്ലാക്ക്വുഡ് ഫാമിലിയിലെ ആൾക്കാരും കൂടുതൽ അടുത്തേക്ക്. ഒരാളും ഓടുന്നില്ല, ഒരാളും സംസാരിക്കുന്നില്ല. അവർ വെറുതെ നടക്കുന്നു. പതുക്കെ ആർതറിനടുത്തേക്ക് വരുന്നു. ഏലിയാസ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ അവന്റെ ശബ്ദം പെട്ടെന്ന് നിന്നു. ആർതർ തിരിഞ്ഞു നോക്കി. ഏലിയാസ് അവിടെയില്ല. തറയിൽ രക്തം മാത്രം. പിന്നിൽ നിന്നൊരു ചിരി. ആർതർ തിരിഞ്ഞു. മൊറിഗൻ. ഇത്തവണ അവൾ മനുഷ്യയല്ല. അവളുടെ ശരീരം മുഴുവൻ കരിഞ്ഞ അസ്ഥികൾ, പൊട്ടിയ തലയോട്ടി, പക്ഷെ കണ്ണുകൾ ആഴമുള്ള കറുത്ത കുഴികൾ. അവളുടെ നീണ്ട വിരലുകളിൽ നിന്ന് കറുത്ത പുക ഉയർന്നു. 200 വർഷം. അവൾ ചിരിച്ചു. ഞാൻ കാത്തിരുന്നു. ഓരോ 25 വർഷത്തിലും ഒരു ആത്മാവ്, ഒരു ചിത്രം, ഈ ഒരു രാത്രി. അവൾ കൈ ഉയർത്തി. മാളികയുടെ ചുവരുകളിലെ എല്ലാ ചിത്രങ്ങളും ഒരുമിച്ച് നിലത്തു വീണു. പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, നൂറുകണക്കിന് ശബ്ദങ്ങൾ ഒരുമിച്ച്. ഓടി രക്ഷപ്പെടൂ ആർതർ, അവളെ നോക്കരുത്, ഞങ്ങളെപ്പോലെ ആകരുത്. ആർതർ കുരിശുയർത്തി. മൊറിഗൻ ചിരിച്ചു. ദൈവം ഈ വീട്ടിൽ ഒരിക്കലും കയറില്ല. കുരിശ് അവന്റെ കയ്യിൽ കറുത്തത് കത്തി. അത് പൊടിയായി. അവൾ വെള്ളിക്കത്തിയെടുത്ത് മൊറിഗന്റെ നെഞ്ചിലേക്ക് കുത്തി. കത്തി അവളുടെ ശരീരത്തിലൂടെ കടന്നുപോയി. അവൾ ചിരിച്ചു. നീ ഇപ്പോഴും ഞാനൊരു പ്രേതമാണെന്ന് കരുതിയോ? ഞാൻ ശാപമല്ല, ഞാൻ വിശപ്പ്. പെട്ടെന്ന് മാളികയിൽ മുഴുവൻ ഇരുട്ടിലായി. അടുത്ത നിമിഷം ആർതർ മറ്റൊരിടത്തായിരുന്നു. ഒരു കറുത്ത കാട്. ആകാശത്ത് ചുവന്നൊരു ചന്ദ്രൻ, ആയിരക്കണക്കിന് കാക്കകൾ, മരങ്ങളിൽ മനുഷ്യ ശരീരങ്ങൾ തൂങ്ങിയാടുന്നു. ഓരോരുത്തരുടെയും നെഞ്ചിൽ അതേ കാക്കയുടെ അടയാളം. മൊറിഗന്റെ ശബ്ദം അലയടിച്ചു എല്ലായിടത്തും. ഇതാണ് എൻ്റെ ലോകം. ഇവിടെയാണ് ഞാൻ ആത്മാക്കളെ സൂക്ഷിക്കുന്നത്. അവൻ ഓടാൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ കാലിൽ എന്തോ പിടിച്ചു നിന്നു. നിലത്ത് നിന്ന് നൂറുകണക്കിന് കൈകൾ, മരിച്ചവരുടെ കൈകൾ, അവന്റെ കാലുകൾ പിടിച്ച് താഴേക്ക് വിളിച്ചു. ഓരോ കൈയും അവന്റെ പേര് വിളിച്ചു. ആർതർ, ഞങ്ങളോടൊപ്പം വാ. അവൻ നിലവിളിച്ചു. കണ്ണു തുറന്നു. വീണ്ടും മാളികയിലേക്ക്. എല്ലാം ശാന്തം. മഴ നിർത്തി. മുറികനില്ല, ഏലിയാസ് ഇല്ല, ആരുമില്ല. എല്ലാം കഴിഞ്ഞു, അവൻ ആശ്വസിച്ചു. പക്ഷെ മുന്നിലെ വലിയ കുടുംബ ചിത്രത്തിലേക്ക് നോക്കിയ നിമിഷം അവന്റെ രക്തം തണുത്തു. ചിത്രത്തിൽ ഇപ്പോൾ 26ാമത്തെ മനുഷ്യനുണ്ടായിരുന്നു. കറുത്ത കോട്ടിട്ട്, കയ്യിലൊരു കത്ത് പിടിച്ച്, മുഖത്തൊരു ഭയവുമായി. അതെ, അത് ആർതറായിരുന്നു. അവൻ ചിത്രത്തിലരിലേക്ക് ഓടിയെത്തി. കൈകൾ കൊണ്ട് സ്പർശിച്ചു. അകത്തുള്ള ആർതറും അതേസമയം പുറത്തേക്ക് കൈനീട്ടി. ചിത്രത്തിനുള്ളിൽ നിന്ന് ആർതർ പിന്നോട്ട് വീണു. അപ്പോൾ ചിത്രത്തിലെ എല്ലാ ആളുകളും ഒരുമിച്ച് ചിരിച്ചു. ആ കനത്ത വാതിൽ സ്വയം അടഞ്ഞു. മാളികയിലെ എല്ലാ വിളക്കുകളും അടഞ്ഞു. പിന്നെ ഒരു വലിയൊരു ഒച്ചയായിരുന്നു. വളരെ പതുക്കെ, വളരെ വ്യക്തമായി, സ്വാഗതം ആർതർ, ബ്ലാക്ക്വുഡ് കുടുംബം.